ആനക്കാരൻ അയ്യപ്പൻ നായരുടെ വീടേതാ? നേരെ ചെല്ലുമ്പോ ഒരു അത്താണി കാണും. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് അയ്യപ്പൻ നായരുടെ വീട്ടിലേക്കാ. ഞാൻ ഈ നാട്ടിൽ പുതിയതാണേ. ഞങ്ങൾ അങ്ങോട്ടാ. ഞാനും കൂടെ വരട്ടെ? കൂടെ വരണ്ട, വേണമെങ്കിൽ പിന്നാലെ വന്നോളൂ. ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വലിയ തമാശക്കാരാണെന്ന് പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്. ഓ, പണ്ട് അദ്ദേഹം ഇവിടെ നിന്നായിരിക്കും മഴ വരുന്നത്. അയ്യപ്പൻ നായരുടെ ആരെങ്കിലും ആണോ? അല്ല, ഞാൻ വിദ്വാൻ. വീണ വിദ്വാനാണോ? ഏയ്, ഹിന്ദി വിദ്വാൻ വിനയചന്ദ്രൻ. ഞാൻ ആനെ ഹിന്ദി പഠിപ്പിക്കാൻ, അല്ല അയ്യപ്പൻ നായരെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി വന്നാ. ഈ അയ്യപ്പൻ നായര് ആളെങ്ങനെ? ഉയരം 5 അടി 3 ഇഞ്ച്, സാമാന്യ വണ്ണം, നിറം. അയ്യോ, അതല്ല ചോദിച്ചത്, ആളിന്റെ സ്വഭാവം എങ്ങനെ? ആഹാ, അതാണോ? ഈ നാട്ടിലില്ല ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ. പഞ്ചഭാവ. ഈ അയ്യപ്പൻ നായരെ നന്നായിട്ട് അറിയോ? പിന്നെ അറിയില്ലേ? ബന്ധുവാണോ? അതെ. ബന്ധു എന്ന് വെച്ചാ പറഞ്ഞു വന്ന അച്ഛനായിട്ട് വരും. ഓ, അച്ഛനായിട്ട്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് നല്ല ജനറൽ സയൻസാ. ജനറൽ നോളജ്. ആ, അതന്നെ. ഇരിക്കും മാഷേ. എന്നെ അങ്ങനെ വിളിക്കണ്ട, വിനയചന്ദ്ര എന്ന് വിളിച്ചാ മതി. അതും ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചന്ദ്രനെയും ഒഴിവാക്കി വിനയാന്ന് മാത്രം വിളിച്ചാ മതി. എന്റെ പൊന്നു വിദ്വാമാഷേ, ഇങ്ങനെ ഒന്ന് വേഗം ഹിന്ദി പഠിപ്പിച്ച് ഇങ്ങോട്ട് തരണേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പ് മുട്ടും. ഇപ്പൊ തന്നെ തുടങ്ങിക്കളെ. കാപ്പി കുടിച്ചിട്ട് മതി. അതന്നെ. മോളെ, മോളെ, ആ കാപ്പി എങ്ങോട്ട് എടുക്കൂ. ഒന്നും വേണ്ടായിരുന്നു. അത് പറ്റില്ല ഇല്ലേ? ഒന്ന് വാങ്ങി തന്നോളൂ. വാങ്ങിച്ചോളൂ. അങ്ങോട്ട് കൊടുക്കും മോളെ. മേ is equal to whom, തും is equal to ഹോ. മേൻ കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. മേൻ കർത്താവായിരിക്കുമ്പോ ഹും, തും കർത്താവായിരിക്കുമ്പോ ഹോ ഹോ. ഇനി നമുക്ക് അടുത്ത ഗ്രാമറിലേക്ക് കടക്കാം. വിദ്വാമാഷേ, ഈ ആനയ്ക്ക് ആവശ്യമുള്ള വാക്കുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാ ഈ ആന ഇരിക്കാനും നിക്കാനും നടക്കാനും വളയ്ക്കാനും ഒക്കെ നാളെ മുതൽ അങ്ങനെ പഠിപ്പിക്കാം. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം. അതെ, എവിടെ വിദ്വാന്റെ താമസം? അങ്ങ് തൂണൂർക്കര. അയ്യോ, അവിടെ വരെ പോയിട്ട് പിന്നെ ഇവിടെ എപ്പ എത്താനാ? ഇവിടെ അങ്ങോട്ട് കൂടിയാ പോരെ? അയ്യോ, അത് വേണ്ട. പ്രായമായ പെൺകുട്ടികളുള്ള സ്ഥലത്ത് ഞാൻ താമസിക്കൂല. അല്ല മാഷേ, അത് സാരില്ല. രാത്രിയും കൂടി ഇരുത്തി പഠിപ്പിച്ചിട്ട് വേണം ആനെ പണിക്ക് കൊണ്ടുപോവാൻ. ആ തെക്കേ മുറിയില് മാഷൊക്കെ സുഖമായിട്ട് കിടക്കാന്നേ. വടക്കേപ്പുറത്ത് പുഴ, പ്രഭാത കർമ്മത്തിന് വിശാലമായ പറമ്പ്, ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മാഷ ബാഗ് ഇങ്ങോട്ട് വന്നോളൂ. വേണ്ടായിരുന്നു. വരൂ മാഷേ, മടിക്കണ്ട. നിങ്ങൾ ആ സ്ലൈറ്റ് എവിടെ വെച്ചിട്ട് വരൂ. ഇതാണ് മാഷയുടെ മുറി. ഏയ്, അച്ഛനെ കൂട്ടുകടത്തൊന്നും വേണ്ട. അങ്ങേര് പോയിരുന്ന ഹിന്ദി അക്ഷരം എഴുതി പഠിക്കട്ടെ. എഴുതി പഠിക്കാതെ പറയാൻ മാത്രം പഠിച്ചാ പോരെ വിദ്വാമാഷേ? അക്ഷരമെല്ലാം മനഃപ്പാടമാക്കണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം, എന്നാലേ സംസാരിക്കാൻ പറ്റൂ. നോക്കൂ നോക്കൂ മാഷേ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ പുറകെ നടക്കണം. ഇതുപോലൊരു കുഴി മടിയൻ. എന്നാ ഞാൻ കുറച്ചു നേരം പോയിരുന്ന് പഠിക്കാം മാഷേ. ടീക്കേ. ആ, അപ്പൊ മാഷിന് കടന്നോളൂ. ടീക്കേ. അല്ല മാഷേ, മാഷ് എന്തിനാ എപ്പോഴും ഈ മന്ത്രിയുടെ പേര് പറയണേ? അയ്യോ, അത് മന്ത്രിയുടെ പേരല്ല. പിന്നെ ടീക്കേ എന്ന് പറഞ്ഞാൽ ശരി എന്നർത്ഥം. ഓ, അങ്ങനെയാണോ? ശരി. ആ, അപ്പൊ മാഷേ ടീക്കേ ടീക്കേ. വായേ മൂടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയാൻ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. വായേ മൂട്. അയ്യോ, വായേ മൂടല്ല, വായേ മൂട്. നോക്കൂ നോക്കൂ, ആ വിദ്വാമാഷ് പറഞ്ഞിരുന്ന പോലെ പറയൂ. വായ മൂടെന്ന് പറഞ്ഞ ആന എങ്ങനെ വാ മൂടി നിന്നാ
പിന്നെ ഡോക്ടറെ വിളിക്കാൻ നടക്കണ്ടേ ഊ. ദാ, ദാ, ദാ. ബാ, ബാ. ബാ. ബയേമുട്ട്. ബാ. ആ ബയേമുട്ട്. അയ്യോ നമ്മള് ജയിച്ചു. അയ്യോ മതി. ദായേ മൂടെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക. പറയൂ പറയൂ പറയൂ. ബയേമുട്ട്. ആ, അയ്യോ 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 മതി മതി മതി. ആ, ജയിച്ചു മതി. ആകെ ചെല്ലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് നടക്കുക. ആ പീച്ചേ ചെല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് നടക്കുക. ആ പറയൂ പറയൂ പറയൂ. ആകെ ചൽ. ആ. പിച്ചാ. ആ പിച്ചാത്തിയല്ല പീച്ച പീച്ച. എന്തോ വിദ്യാമാഷേ? പീച്ചേ ചൽ. ആ അത് തന്നെ. പിച്ചേ ചൽ. ഇതൊന്ന് പിടിച്ചേ. നിന്റെ വേല എന്റെ അടുക്ക വേണ്ട. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. തരാലോ. മാഷ് ഇനി എന്ത് ചോദിക്കുകയാണെങ്കിലും ഹിന്ദിയിൽ ചോദിച്ചാൽ മതി. അതന്നെ. അപ്പൊ ഞങ്ങൾക്ക് വേഗം ഹിന്ദി പഠിക്കാലോ. ഏക് ഗ്ലാസ് പാനി പിലാവോ. ഏക് പന്നി അയ്യോ ഏക് ഗിലാസ് പാനി ലാവോ. പന്നിയല്ല, പത്നി. മാത്രമല്ല ഏക് പത്നി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ എന്നാ. ഇങ്ങനെ പറഞ്ഞാൽ വേറെയും ഭാര്യമാരുണ്ടെന്ന് അർത്ഥം വരും. എന്റെ ഭാര്യ എന്ന് പറയുന്നതിന് മേരാ പത്നി എന്ന് പറയണം. എന്റെ പൊന്നു വിദ്വാമാഷേ, അത് ഇങ്ങേരുടെ സ്വഭാവാ. ആനയും കൊണ്ട് നടക്കുന്ന കാലത്തെ പോകുന്നിടത്തൊക്കെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ബസ് ബസ്. മാഷെ ഈ വിവരമില്ലാത്തവൾ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഉല്ലുക്കപ്പട്ട. ഉല്ലുക്കപ്പട്ട. ദഹ്നെ മുട്ട് ആകെ ചൽ. വിദ്വാമാഷേ, ദുഷ്ടൻ എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? ദുഷ്. ദുഷ്. മാഷെ ഹിന്ദി പഠിപ്പിച്ചു തന്നതിന് പകരം മാഷക്ക് ഞാൻ ഈ പാപ്പാമ്പണി പഠിപ്പിച്ചു തരാം. ഒരു വിദ്യ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെ. ഉദാഹരണത്തിന് ഇവളൊന്ന് ഇടഞ്ഞാ തന്നെ. മാഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായന ചുടരുത്. അല്ലാതെ തന്നെ ഞാൻ ഇവളെ കൊണ്ടു നടക്കാൻ കഷ്ടപ്പെടുക ആവോ. ഞാനൊരു മണ്ടൻ. ആശാനെ പോലെ ആനയെ നേരെ ചൊവ്വേ നോക്കുന്ന പാപ്പാമാരുടെ ആനകൾ ഇടയുന്ന പ്രസരമേ ഇല്ല. ആവോ. സത്യം പറയാമല്ലോ, അയ്യപ്പനാശാനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു പാപ്പാനാശാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. ആശാന്റെ ബന്ധുവിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ നോക്കുപോലും ചെയ്യില്ലായിരുന്നു. കളിച്ച് കളിച്ച് പരശുരാമൻ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ കയറി അപ്പൊ കൈവച്ചിരിക്കുന്നത്. സുപ്രഭാത് രാഘുബായ്. പാവം ഹിന്ദി അറിയില്ല. ഇനി ഇവരൊക്കെ എപ്പോഴാ ഹിന്ദി പഠിക്കാൻ പോണയാവോ. വേണ്ട വേണ്ട ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട. നമ്മളിതൊക്കെ കൊറേ കണ്ടതാ. ബോലോന ബോലോ. ഹിന്ദി നഹി മാലൂ. ഉല്ലുക്കപ്പട്ട. ഉല്ലുക്കപ്പട്ട. പരശുരാമ ഇതൊന്ന് പിടി. ഇവളോ തിമിരക്ക കൂടാതെ തമിഴ്. ನಿಮ್ದ ಆಟ ನಮ್ನ ಹತ್ರ ಬೇಡ ನಾಯರೆ. ಕನ್ನಡ. ನನ್ನ దగ్గర గర్వ ಚುಪ್ಪಾಕಿ ತಲ್ಸಂಡಿ തെലുങ്ക്. ಬಟ್ ದ Pride goes before a fall. yes understand you. ഞങ്ങൾ അല്ലേ? വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല. നായരെ നിങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് പല ഭാഷ അറിയാം. പക്ഷെ ഇതൊന്നും കൊട്ടി ഘോഷിച്ച് കഴുത്തിന് മയക്കും കെട്ടി വിളിച്ചു പറഞ്ഞ് നടക്കാറില്ല. കമോൺ. Correct.